ദിവ്യകാരുണ്യമായി മാറിയ ദൈവസ്നേഹത്തെ ഈ അപ്പത്തിൽ ദർശിക്കുന്ന ജീവിതങ്ങളെല്ലാം കൃപ നിറഞ്ഞതാകും എന്ന് അനേക ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബഥാനിയ ധ്യാന കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകനായ റോയ് വർഗീസിന്റെ ജീവിതവും ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ഇദ്ദേഹത്തിന് കൂടെ നടക്കുന്ന ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു. തൻ്റെ ജീവിതം തുടർന്നും ഈശോയ്ക്ക് സമർപ്പിക്കാൻ ഈ അനുഭവം അദ്ദേഹത്തിനിടയാക്കി. 12 വർഷത്തെ ഗൾഫ് ജീവിതത്തിന് ശേഷം തിരികെ നാട്ടിലേക്ക് യാത്രയായി. പ്രഭാതത്തിൽ 2 മണിക്ക് ശേഷമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയത്. അവിടുന്ന് പ്രഭാതത്തിൽ വീട്ടിലെത്തിയപ്പോഴേക്കും അന്നത്തെ പ്രഭാത ബലിക്കുള്ള സമയം കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പോകാനായിട്ട് തിടുക്കം കൂട്ടിയപ്പോൾ ജീവിത പങ്കാളി പറഞ്ഞു, ഇപ്പോൾ സമയം ഒരുപാടായില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ വേദനയോടെ പിന്നെ പോകാൻ പറ്റിയില്ല. എന്തായാലും രാവിലെ അന്നൊരു 10 മണിക്ക് ശേഷം ചെറിയ പെങ്ങൾ വിളിച്ചു, ഇന്ന് അവരുടെ പള്ളിയിൽ വിശുദ്ധ കുർബാനയുണ്ട് ഉച്ച കഴിഞ്ഞിട്ട്, അങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് അവിടെ പോയി വിശുദ്ധ കുർബാന അന്നും സ്വീകരിക്കാനായിട്ട് സാധിച്ചു. അന്നും ഈശോ അത് മുടങ്ങാനായിട്ട് സമ്മതിച്ചില്ല. ആ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഇമ്മാനുവൽ അനുഭവം ഓരോ അവസ്ഥകളിലും അവസരങ്ങളിലുമെല്ലാം കൂടെ നടക്കുന്ന ഈശോയാണെന്നുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു അടയാളം അവിടെയും എനിക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ പിന്നീട് ഈ നാട്ടിൽ വന്നതിന് ശേഷം ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്നോ എവിടേക്കാണ് പോകേണ്ടതെന്നും അറിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ചൊവ്വാഴ്ച നാട്ടിലെത്തി. വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും ബഥാനിയ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ബെന്നിച്ചൻ വിളിച്ചു ശനിയാഴ്ച ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. അന്ന് തൊട്ട് വന്ന ആ ആഴ്ച തന്നെ 4 ദിവസങ്ങൾക്ക് ശേഷം ഈ ശുശ്രൂഷയിലേക്ക് പങ്കുചേരാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇപ്പോൾ 1 വർഷവും 2 മാസവും കടന്നു കഴിഞ്ഞു ബഥാനിയ ധ്യാന കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട്. ബഥാനിയ ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ വന്ന് അച്ഛൻ ഇവിടെ ഗാന ശുശ്രൂഷയ്ക്കും അതോടൊപ്പം കൗൺസിലിങ്ങിനും മറ്റ് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്യാനുള്ള ഒരു വലിയ ഒരു അവസരം ഇവിടെയും ഈശോ ആ ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നൽകി. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ ശുശ്രൂഷയ്ക്കും പങ്കെടുക്കുവാനും അതിൽ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം അതിന് ശുശ്രൂഷ ചെയ്യുവാനുമെല്ലാം ഈശോ അനുഗ്രഹിച്ചു. അതോടൊപ്പം മറ്റുള്ള ഇടവകകളിലെല്ലാം ശുശ്രൂഷയ്ക്ക് പോകുവാനും അതിനോട് ചേർന്ന് തന്നെ ഞങ്ങളുടെ മ്യൂസിക് സ്കൂളിൽ പെരിന്തൽമണ്ണയിലുള്ള ഞങ്ങളുടെ മ്യൂസിക് അക്കാദമിയിൽ പിയാനോ പഠിപ്പിക്കാനും അതിൻ്റെ ട്രിനിറ്റി കോളേജിൻ്റെ എക്സാം ചെയ്യിക്കുവാനും അതിനുമെല്ലാം ആ ദിവ്യകാരുണ്യ ശക്തി ഇപ്പോഴും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ലഭിക്കുന്ന ആ വലിയ കരുത്ത്, കൂടെ നടക്കുന്നവൻ്റെ എമ്മാനുവൽ അനുഭവത്തിൻ്റെ ആ ശക്തി ഇപ്പോഴും എന്നെ ഓരോ ശുശ്രൂഷകളിൽ നിന്ന് ശുശ്രൂഷകളിലേക്ക് നയിച്ചു കൊണ്ടേയിരിക്കുന്നു. ദിവ്യകാരുണ്യത്തെ അളവറ്റ് സ്നേഹിച്ച റോയ് ചേട്ടൻ്റെ ജീവിതത്തിലും ഈശോ നിരവധി അനുഗ്രഹങ്ങൾ വർഷിച്ചു. ജീവിതത്തിലേക്ക് ഈശോ ദിവ്യകാരുണ്യമായി കടന്നു വന്നപ്പോൾ കുടുംബത്തിലേക്കും മക്കളിലേക്കും ആ സ്നേഹം ഒഴുകിയിറങ്ങി. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകും എന്ന് ഫിലിപ്പി 4:19 തിരുവചനം ഓർക്കുമ്പോൾ യേശു ക്രിസ്തു വഴി നമ്മൾക്ക് നൽകപ്പെട്ട ആ തിരുവോസ്തിയായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് എൻ്റെ ഉള്ളിൽ വന്ന ഈശോ എനിക്ക് തന്ന ഏതാനും കുറച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2000 ചാത്തൻകോട്ടുനട ധ്യാന കേന്ദ്രത്തിലേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അരികിലേക്ക് പോകാനായിട്ട് ഒരു ചെറിയ കാരണമുണ്ടായി. അവിടെ ഒരു
ഗാന ശുശ്രൂഷയ്ക്ക് വേണ്ട ഒരു ഗാനം അവിടെ ഒരു കാസറ്റിലുണ്ടെന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു നിന്നു. അപ്പോൾ രാവിലെ ഒരു 10 മണി കഴിഞ്ഞിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ വീട്ടിലവിടെ ചാച്ചനും പറമ്പിൽ പണിയുണ്ടായിരുന്നുകൊണ്ട് പണിക്കാരുടെ കൂടെ ചാച്ചനും പണിയെടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവിടുന്ന് അവർ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കടന്നു ചെല്ലുന്നത്. ചാച്ചൻ അങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ അവർ കാപ്പി കുടിച്ച് അവർ പണിക്കാരുടെ കൂട്ടത്തിൽ തന്നെ പണിയാനായിട്ട് തിരികെ പോയി. ഞാനും കാപ്പി കുടിയെല്ലാം കഴിഞ്ഞ് തിരികെ പോരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ പോയിട്ട് അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തലയിൽ ശിരസിൽ കൈവച്ച് അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ചാച്ചൻ ഉടുത്ത ആ തോർത്തുമുണ്ടിൽ കൂടെ തന്നെ, ആ തോർത്തുമുണ്ടോട് കൂടെ തന്നെ കടന്നു വന്ന് എൻ്റെ ശിരസിൽ അമ്മച്ചിയുടെ കൂടെ കൈകൾ വെച്ച് അപ്പച്ചനും പ്രാർത്ഥിച്ചു. അങ്ങനെ സ്തുതിയും വാങ്ങി അപ്പച്ചൻ അങ്ങനെ പണിക്കാരുടെ കൂടെ പണിയാനായിട്ട് പോയി. അതിനുശേഷം ഞാൻ ഞായറാഴ്ച ധ്യാന കേന്ദ്രത്തിലേക്ക് പോന്നു. ധ്യാനത്തിന് സഹായിക്കാൻ തുടങ്ങി. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ അങ്ങനെ വന്നു. ചൊവ്വാഴ്ച രാത്രിയിൽ വീട്ടിൽ നിന്നും ഇങ്ങനെ ഫോൺ വന്നു. ചാച്ചന് സുഖമില്ല, പ്രഭാതത്തിൽ വേഗം നേരത്തെ ചെന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ചാച്ചൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ ആ ചാച്ചൻ്റെ മരണത്തിന് മുമ്പ് തന്നെ എനിക്ക് അപ്പച്ചൻ്റെ അനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കാൻ ആ ദിവ്യകാരുണ്യ ഈശോ യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകും എന്ന് ദൈവം അരുളി ചെയ്ത ആ വചനം ദിവ്യകാരുണ്യത്തിലൂടെ അന്നും പൂർത്തിയായ ഒരു വലിയ അനുഗ്രഹം. ആ ഈശോ എന്നിൽ വസിക്കുന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ ആ അനുഗ്രഹം ഒരുപക്ഷെ എനിക്ക് ലഭിക്കുമായിരുന്നില്ല. അതുപോലെ ഈ അപ്പച്ചൻ്റെ ശവസംസ്കാര ചടങ്ങിന് ദേവാലയത്തിലെ ശുശ്രൂഷകളെല്ലാം കഴിയുമ്പോൾ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ഗാനം ആലപിക്കണം എന്ന് അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പേ ആശുപത്രിയിൽ വെച്ച് വികാരി അച്ഛനോട് പറഞ്ഞേൽപ്പിച്ചത് പ്രകാരം ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കി എൻ്റെ കയ്യിൽ മൈക്ക് തന്നു. ആ അവസരത്തിൽ ഞാൻ ഈ മൈക്ക് മേടിച്ച് കണ്ണുകളെല്ലാം അടച്ച് കണ്ണിൽ കൂടെ ഒരു പുഴ പോലെ ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുമ്പോഴും ആ അപ്പച്ചന് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ, പ്രിയ നാട്ടിലേക്കുള്ള യാത്ര, പ്രിയനെ തേടിയൻ യാത്ര എന്ന ആ ഗാനം ആലപിച്ച് മുഴുവനും പാടി അപ്പച്ചന് വേണ്ടി കാഴ്ചവെക്കുവാനും, ഈ ഗാനം ആലപിക്കുന്ന സമയത്ത് അവിടെ നിന്നിരുന്ന അഭിഷിക്തരും സമർപ്പിതരും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെല്ലാവരും കണ്ണുനീരോടെ നിന്ന ഒരനുഭവം ഒരിക്കലും മറക്കാനാവാത്ത ഈശോയുടെ വലിയൊരു കരുണയും സ്നേഹവും എല്ലാമായിരുന്നില്ലേ ആ സ്വന്തം അപ്പച്ചന് വേണ്ടി അപ്പച്ചൻ മരിച്ചു കിടക്കുമ്പോൾ സ്വന്തം മകന് അവിടെ നിന്നുകൊണ്ടൊരു ഗാനം ആലപിക്കുക എന്നത്. അപ്പോൾ അതുപോലെ ദിവ്യകാരുണ്യം കൂടെ നടക്കുന്ന ഈശോ, ഇമ്മാനുവൽ എന്ന ആ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുക്കുവാനും വാങ്ങുവാനും സഹായിച്ച ദിവ്യകാരുണ്യ ഈശോ വീണ്ടും എൻ്റെ മൂത്ത മോൻ ഷെറിൻ റോയ്, അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു ചൊവ്വാഴ്ച രാത്രിയിൽ, ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച രാത്രിയിൽ അവൻ കിടന്നുറങ്ങി. രാത്രിയിൽ എപ്പോഴോ അവൻ ബാത്റൂമിൽ പോകാനായിട്ട് എണീറ്റപ്പോൾ 2 കാലും കുഴഞ്ഞു പോയിരുന്നു. തളർന്ന് കിടക്കുന്ന ആ മോനെ ജീവിത പങ്കാളി എടുത്താണ് ബാത്റൂമിൽ കൊണ്ടുവന്നതുമെല്ലാം. അതിനുശേഷം ബുധൻ, വ്യാഴം, വെള്ളി, ശനി ആഴ്ചകളിലെല്ലാം അവൻ ആ കിടന്ന കിടപ്പ് തന്നെ തളർന്ന് കിടക്കുന്നു. അതിൻ്റെ ഇടയിൽ 1-2 പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയി ചെക്ക് ചെയ്തു, ബ്ലഡ് ചെക്ക് ചെയ്തു, യൂറിൻ ടെസ്റ്റ് ചെയ്തു. എല്ലാത്തിലും അവർ ഡോക്ടർമാർ പറഞ്ഞ കാര്യം പനിയുണ്ടായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം എന്നാണ്. ആ കിടക്കുന്ന അവസ്ഥയിൽ അന്ന് സീനായി ധ്യാന കേന്ദ്രത്തിൽ അന്ന് ശനിയാഴ്ച രാവിലെ ശുശ്രൂഷയുണ്ടായിരുന്നു. ഏകദിന ധ്യാനത്തിന് സഹായിക്കാനായിട്ട് ആ 1 ഡേ റിട്രീറ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രഭാതത്തിൽ വീട്ടിൽ നിന്നും സീനായി ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. ആ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് 4 മണിക്ക് ശേഷം
ഞാൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് തിരികെ പോരുന്നതിന് മുമ്പ് ഈശോയോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഈശോയെ, ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മോൻ നടന്ന് കണ്ടാൽ മതിയായിരുന്നു. ഇത്രമാത്രം പറഞ്ഞതിന് ശേഷം ഞാൻ തിരികെ പോന്നു. തിരികെ 7 മണിക്ക് ശേഷം ഞാൻ വീട്ടിലെത്തുമ്പോൾ അന്ന് ഉച്ച മുതൽക്ക് മോൻ നടക്കാൻ തുടങ്ങിയെന്ന് ജീവിത പങ്കാളി എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ ദിവ്യകാരുണ്യമായിട്ട് എമ്മാനുവലായിട്ട് കൂടെയുള്ളപ്പോൾ എൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളിയിലും മക്കളിലും മാതാപിതാക്കളിലും എല്ലാവരിലേക്കും ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഒരു ശക്തി കടന്നു ചെല്ലുന്ന അനുഭവം ഇന്നും പച്ചയോടെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് സ്വർണ്ണലിഖിതങ്ങളിൽ എഴുതാൻ തക്ക വിധം ഉള്ള ദിവ്യകാരുണ്യ അനുഭവം. ഈ അനുഭവത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും കടന്നു ചെല്ലാനായിട്ട് ഇന്നും എന്നും സാധിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആ ജീവൻ ഓരോ വചനത്തിലും ഉണ്ട് എന്നുള്ള സത്യം. ഓരോ വചനത്തിലൂടെയും ഈശോ നമ്മളിലേക്ക് കടന്നു വരുന്നത്, അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനയിലൂടെ ജീവിക്കുന്ന ആ ദൈവം വചനത്തിൽ എന്ത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നുവോ ആ ജീവൻ പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ആ സത്യത്തെ ഇതാ വീണ്ടും ഒരു അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് 2000-ാം ആണ്ടിൽ ഒരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് സ്റ്റേജിലാണ് അതിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. ആ അറിഞ്ഞത് അനുസരിച്ച് പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും, എന്നാൽ അഡ്മിറ്റ് ചെയ്ത ആ അവസരത്തിൽ എൻ്റെ കയ്യിൽ അതിനുള്ള 5 പൈസ പോലും ഇല്ലാത്ത ഒരവസ്ഥ. എന്തായാലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ അമ്മ അന്ന് പാലക്കാടാണ്, ഞങ്ങൾ പെരിന്തൽമണ്ണയാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മയോട്, ഇങ്ങനെ ഒരു ഓപ്പറേഷനുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ വരണമെങ്കിൽ വരാം എന്ന് പറഞ്ഞ് അമ്മ വരാനായിട്ട് ഒരുങ്ങി. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ വിളിച്ചപ്പോൾ അമ്മ എന്നോട് ചോദിച്ചിരുന്നു, പൈസ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് പറ്റുന്നത് പോലെ അമ്മ അവിടെ നിന്നെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ജീവിത പങ്കാളിയുടെ അമ്മയും അതുപോലെ വന്നു. 2 അമ്മമാരും അങ്ങനെ ജീവിത പങ്കാളിയുടെ അരികിലെത്തി. അങ്ങനെ ആ ഓപ്പറേഷനെല്ലാം ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോഴും അതിനാദ്യമായിട്ടൊരു 5000 രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞ പൈസ പോലും ഇല്ലാതിരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ആ പിറ്റേന്ന് രാവിലെ എന്നെ അന്വേഷിച്ച് വരികയായിരുന്നു, പൈസയും കൈ പിടിച്ചുകൊണ്ട്. 3000 രൂപ കൈ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഞാൻ റോയിച്ചേട്ടനെ അന്വേഷിച്ച് വരികയായിരുന്നു എന്നും പറഞ്ഞിട്ട് അത് കൊണ്ട് തന്നു. ഞാനൊന്നും പറയാതെ തന്നെയാണ് അദ്ദേഹം ആ പൈസയുമായിട്ട് വന്നത്. അങ്ങനെ ആ 3000 രൂപ കൊണ്ട് 5000 രൂപയ്ക്ക് പകരം കിട്ടി. അങ്ങനെ ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് ആശുപത്രി വിടുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ചാത്തൻകുട്ട നട ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ പോന്നു. അങ്ങനെ എൻ്റെ അമ്മച്ചി മാത്രം ഭാര്യയെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു. അതിനുശേഷം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ അവിടെ യാതൊരു കടവുമില്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മച്ചിയും ചേട്ടനും എല്ലാം കൂടെ അത് ചെയ്തിരുന്നു. ഞാൻ തിരികെ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ജീവിത പങ്കാളിയെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു താമസിപ്പിച്ചിട്ട് അമ്മച്ചി പോയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ജീവിത പങ്കാളിയെ കൊണ്ടുവന്നു. എന്നാൽ അവിടെ ഞങ്ങൾക്ക് വെള്ളമൊന്നും ഇല്ലായിരുന്നു. അയലോക്കത്തെ കിണറിൽ ഒരു ഫർലോങ്ങിൽ കൂടുതൽ ദൂരം പോയിട്ട് വേണമായിരുന്നു വെള്ളം കോരാൻ. പിന്നെ ജീവിത പങ്കാളിക്ക് 3 മാസത്തെ റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിരുന്നത് കൊണ്ട് യാതൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയിൽ അയൽവാസികളെല്ലാം വന്ന് മിറ്റമടിക്കാനും അവിടെ മറ്റുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനും വെള്ളം കോരിത്തരാനും എല്ലാം സഹായിച്ചു. അതോടൊപ്പം അയൽവക്കത്തുള്ള ഒരു കുഴൽക്കിണർ, ആ കുഴൽക്കിണർ അടിച്ചതിന് ശേഷം അവർ വെള്ളമെടുക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ ഒരാവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ അതിലേക്ക് ഒരു മോട്ടർ മേടിച്ച് വെച്ചിട്ട് അവിടുന്ന് വെള്ളം എടുത്തോളാൻ പറഞ്ഞു. എന്നാൽ ആ മോട്ടർ മേടിക്കാനും ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഈ മോട്ടർ വയ്ക്കാനുള്ള ആവശ്യം നമ്മൾ
അതറിഞ്ഞപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ മോട്ടറും മേടിച്ച് ഫിറ്റ് ചെയ്ത് അവിടുന്ന് തന്നെ വെള്ളം എടുക്കാനായിട്ട് അങ്ങനെ സാധിച്ചു. അതുപോലെ ഓരോ അവസരത്തിലും എന്നിൽ വസിക്കുന്ന എൻ്റെ ഈശോ എൻ്റെ ഓരോ ആവശ്യങ്ങളെയും തിരിച്ചറിയുകയും അതനുസരിച്ച് എന്നെ എൻ്റെ ജീവിത പങ്കാളിക്കായിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, ആരുടെ ആവശ്യങ്ങളിലേക്കും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയ്ക്ക് ചെയ്യുവാൻ സാധിക്കുമെന്നും മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ എന്നിലേക്കും എന്നിലെ അനുഗ്രഹങ്ങൾ അവരിലേക്കും എല്ലാം കൊടുക്കുവാൻ ശക്തനായവനാണ് ദിവ്യകാരുണ്യ ഈശോ എമ്മാനുവേൽ അനുഭവം എന്ന് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നു. അനേക കാലങ്ങളായി മുടങ്ങാതെ ദിവ്യബലിക്കണയാനും നാഥനെ സ്വീകരിക്കാനും റോയ് ചേട്ടന് സാധിക്കുന്നു. ജീവിതം തന്നെ വില നൽകി തന്നെ സ്നേഹിക്കുന്നവർക്ക് ഈശോ അതിനുള്ള സമ്മാനങ്ങളും നൽകും എന്ന് ഈ ജീവിതാനുഭവങ്ങൾ നമുക്ക് സാക്ഷ്യം നൽകുന്നു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനം. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. അതെ, ആ അഗ്നിശുദ്ധി വരുത്തിയ ആ സ്വർണമാകുന്ന ദിവ്യകാരുണ്യം ഒരു ദിവസം പോലും നഷ്ടമാകാതിരിക്കുവാനായിട്ട്, എപ്പോഴും ശ്രദ്ധാലുവായിരിക്കുവാനായിട്ട് ദൈവം എപ്പോഴും എന്നെ അനുഗ്രഹിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ആ അനുഗ്രഹത്തിലൂടെ മുന്നേറുമ്പോൾ ഗൾഫിലായിരുന്ന കാലഘട്ടത്തെ ഓർക്കുന്നു. പലപ്പോഴും ലീവിന് നാട്ടിൽ വരുമ്പോഴെല്ലാം ആ പരിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കുവാൻ വീട്ടിൽ നിന്നും 8 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള പള്ളിയിലേക്ക് പോകുവാൻ വാഹനമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ വാടകയ്ക്ക് കാർ എടുത്തുകൊണ്ട് അതിനുവേണ്ടി എന്നും ഒരുക്കത്തോടെ ഇരിക്കുമായിരുന്നു. അതിന് കൊടുക്കുന്ന വാടകയോ മറ്റൊന്നും അതിന് ഗണ്യമാക്കിയിരുന്നില്ല. കാരണം വയലിൽ ഒളിച്ചിരിക്കുന്ന നിധി കണ്ടെത്തുന്ന ഒരുവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി സ്വന്തമാക്കുമെന്ന് പറഞ്ഞ ആ തിരുവചനം, അത് സാധ്യമാകുവാനായിട്ട് അതിൻ്റെ മുമ്പിൽ മറ്റുള്ള ചിലവോ സമയമോ ഒന്നും ഞാൻ വകവച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്നും ഇന്നും എനിക്ക് യാത്ര ചെയ്യുവാൻ വാഹനവും എല്ലാം ഈശോ അതിലൂടെ എനിക്ക് സ്വന്തമായിട്ട് പിന്നീട് പുതിയ സ്വന്തം വണ്ടി തന്നെ തന്നനുഗ്രഹിച്ചു, കാറ് തന്നനുഗ്രഹിച്ചു. അതെല്ലാം എനിക്ക് എവിടെ പോകുമ്പോഴും അത് ഈശോയെ സ്വീകരിക്കാനുള്ള വലിയ അനുഗ്രഹവും സൗകര്യവും അതിലൂടെ ഒരുക്കി തന്നു. അതോടൊപ്പം തന്നെ ഓരോ യാത്രയ്ക്കും പല ദേശങ്ങളിലേക്ക് പോകുമ്പോഴും, പാലക്കാട് നിന്ന് കോട്ടയത്തേക്കോ ചങ്ങനാശ്ശേരിക്കോ എവിടെ പോകുമ്പോഴും ഓരോ ദിവസവും പ്രഭാതത്തിൽ മുടങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ശക്തി പ്രാപിക്കുവാനായിട്ട് പരിശുദ്ധ കുർബാനയുടെ ആ വലിയ സാന്നിധ്യം എന്നെ എപ്പോഴും കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ആ ദിവ്യകാരുണ്യം തന്നെയാണ് എന്നെ ഓരോ ബലിക്കും കൂട്ടിക്കൊണ്ടുപോയിരുന്നത്. അതോടൊപ്പം പരിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും ചേർന്ന് നിൽക്കേണ്ട കൂദാശയാണല്ലോ കുമ്പസാരം എന്ന കൂദാശയും. പലപ്പോഴും ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം പോലും വിശുദ്ധമായിട്ട് ആചരിക്കുവാനായിട്ടുള്ള ആ കുമ്പസാരം എന്ന കൂദാശയ്ക്കും എല്ലാം ഈ ദിവ്യകാരുണ്യം എനിക്ക് അവസരവും വഴിയും ഒരുക്കി തരാറുണ്ട്. ഇപ്പോഴും ആ കുമ്പസാരം എന്ന കൂദാശ എപ്പോഴും എനിക്ക് നഷ്ടപ്പെടാതിരിക്കുവാനായിട്ടെല്ലാം ആ ദിവ്യകാരുണ്യ അനുഭവം, ആ എമ്മാനുവേൽ അനുഭവം എപ്പോഴും എന്നെ താങ്ങാറുണ്ട് എന്നുള്ള ആ സത്യവും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു.